വിധിയെ പഴിക്കുന്നവരല്ല, മറിച്ച് സ്വന്തം തന്ത്രങ്ങൾ കൊണ്ട് വിധിയെ തിരുത്തി എഴുതുന്നവരാണ് യഥാർത്ഥ ജയാളി. കടം എന്നത് വെറുമൊരു സാമ്പത്തിക ബാധ്യതയല്ല. അത് നിങ്ങളുടെ സമാധാനത്തെയും കുടുംബത്തിന്റെ സന്തോഷത്തെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കാർന്നു തിന്നുന്ന ഒരു മഹാമാരിയാണ്. പലരും കടക്കെണിയിൽ പെടുമ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കുന്നു. എന്നാൽ ചാണക്യൻ നമ്മോട് പറയുന്നത് ഒരു പരാജയവും അന്ത്യമല്ല എന്നാണ്. കടത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിതനായി സ്വന്തമായി ഒരു സാമ്പത്തിക സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ച് അതീവ ഗൗരവമേറിയതും പ്രായോഗികവുമായ 10 തത്വങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഈ യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കുകയില്ല, മറിച്ച് ജീവിതത്തിന്റെ യുദ്ധക്കളത്തിൽ വിജയിക്കാൻ തയ്യാറെടുത്ത ഒരു സാമ്പത്തിക പോരാളിയായിരിക്കും. ഒന്നാമതായി, ഭയത്തെ തന്ത്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. കടക്കെണിയിലായ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സ്വയം വഞ്ചിക്കുക എന്നുള്ളതാണ്. പലരും ബാങ്കുകളിൽ നിന്നുള്ള കത്തുകൾ തുറക്കാൻ ഭയപ്പെടുന്നു, കടം നൽകിയവരുടെ ഫോൺ കോളുകൾ ഒഴിവാക്കുന്നു, തന്റെ കൈവശം എത്ര പണമുണ്ടെന്നോ എത്ര നൽകാനുണ്ടെന്നോ ഉള്ള കൃത്യമായ കണക്ക് നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ചാണക്യൻ പഠിപ്പിക്കുന്നത് ശത്രുവിനെ അറിയുക എന്നതാണ് വിജയത്തിന്റെ ആദ്യ ചുവട് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ കടമാണ്. നിങ്ങൾ ഭയന്നോടും തോറും ഈ ശത്രു നിങ്ങളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനാൽ ഒരു നിമിഷം ശാന്തമായിരിക്കുക. നിങ്ങളുടെ എല്ലാ കടങ്ങളും, അത് ചെറിയ കടമാകട്ടെ വലിയ കടമാകട്ടെ, ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക. ഓരോന്നിന്റെയും പലിശ നിരക്ക് എത്രയാണ്, ആർക്കൊക്കെയാണ് നൽകാനുള്ളത്, എത്ര കാലമായി ഇത് മുടങ്ങിക്കിടക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു സാമ്പത്തിക പരിശോധന നടത്തുക. ഈ സത്യസന്ധത നിങ്ങളെ മാനസികമായി കരുത്തനാക്കും. ഒരു മുറിവ് സുഖപ്പെടുത്തണമെങ്കിൽ അത് തുറന്ന് വൃത്തിയാക്കണം എന്നതുപോലെ നിങ്ങളുടെ കടം വീട്ടാൻ സാധിക്കണമെങ്കിൽ അതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുള്ള ഈ മാറ്റമാണ് നിങ്ങളുടെ സാമ്പത്തിക പുനർജന്മത്തിന്റെ തുടക്കം. രണ്ടാമതായി, ആഡംബരത്തിന്റെ ചെങ്ങലകൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നവൻ നശിക്കുമെന്ന് ഉറപ്പാണ് എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറയുന്നു. പലപ്പോഴും നാം കടക്കെണിയിൽ വീഴുന്നത് ആഡംബരങ്ങളോടുള്ള നമ്മുടെ അമിതമായ ഭ്രമം കൊണ്ടാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഷോപ്പിങ്ങുകൾ, അനാവശ്യമായ ആഘോഷങ്ങൾ, പുതിയ ഗാഡ്ജറ്റുകൾ എന്നിവയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് വിറ്റഴിക്കുന്നത്. കടബാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ താപസിയെ പോലെ ജീവിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ഭക്ഷണം, മരുന്ന്, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും ബാക്കിയുള്ള എല്ലാ ചിലവുകളും ക്രൂരമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ നാളെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വലിയൊരു സാമ്പത്തിക സാമ്രാജ്യമാണ്. പണം സംരക്ഷിക്കുന്നവൻ പണം സമ്പാദിക്കുന്നവനേക്കാൾ കരുത്തനാണ്. ഓരോ രൂപയും ചിലവഴിക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇതെന്റെ കടം തീർക്കാൻ സഹായിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ചിലവ് അവിടെ ഉപേക്ഷിക്കുക. ഈ കർക്കശമായ അച്ചടക്കമാണ് നിങ്ങളെ ഒരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുന്നത്. മൂന്നാമതായി, വരുമാന സ്രോതസ്സുകളുടെ വിപുലീകരണമാണ്. ഒരൊറ്റ വരുമാന മാർഗത്തിൽ മാത്രം വിശ്വസിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നു. ഒരു കിണറ്റിലെ വെള്ളം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവൻ ആ കിണർ വറ്റുമ്പോൾ ദാഹിച്ചു മരിക്കാൻ ഇടവരും. നിങ്ങളുടെ പ്രധാന ജോലിയിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ കടം വീട്ടാൻ തികയുന്നില്ല എങ്കിൽ സമയം പാഴാക്കാതെ പുതിയ വഴികൾ കണ്ടെത്തുക. അലസതയെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം സമ്പാദിക്കാൻ കഴിയുന്ന വഴികൾ ആധുനിക ലോകത്ത് അനവധിയുണ്ട്. നിങ്ങളുടെ നൈപുണ്യങ്ങൾ തിരിച്ചറിയുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ട് ടൈം ജോലികൾ എന്നിവയിലൂടെ അധിക വരുമാനം കണ്ടെത്തുക. ആധുനിക കാലത്ത് ഇതിനെ സൈഡ് ഹസിൽ എന്ന് വിളിക്കാം. ചാണക്യൻ തന്റെ ചാരന്മാരെ പലയിടത്തും നിയോഗിച്ചതുപോലെ നിങ്ങളുടെ അധ്വാനത്തെ പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക. അധ്വാനിക്കാൻ മടിയുള്ളവന്റെ അരികിൽ സമ്പത്ത് വസിക്കില്ല.
കൂടുതൽ ജോലി ചെയ്യുന്നതിൽ നാണക്കേട് തോന്നേണ്ടതില്ല, മറിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ കടം വീട്ടാനുള്ള വേഗത ഇരട്ടിയാക്കും. നാലാമതായി പലിശയുടെ വിഷപ്പല്ലുകൾ പിഴുതെറിയുക എന്നുള്ളതാണ്. കടങ്ങളിൽ ഏറ്റവും അപകടകാരി ഉയർന്ന പലിശയുള്ളവയാണ്. ചാണക്യൻ പറയുന്നത് ഒരു ചെറിയ തീപ്പൊരി പോലും അവഗണിച്ചാൽ അത് വനത്തെ മുഴുവൻ ചുട്ടരിക്കുമെന്നാണ്. അതുപോലെയാണ് ക്രെഡിറ്റ് കാർഡ് ലോണുകളും സ്വകാര്യ പണമിടപാടുകാരും. ഇത്തരം കടങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തെ വേരോടെ പിഴുതെറിയുന്ന വിഷസർപ്പങ്ങളെ പോലെയാണ്. അതിനാൽ നിങ്ങളുടെ കടങ്ങളെ പലിശ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തീർക്കാൻ ശ്രമിക്കുക. ഇതിനെ ഡെബിറ്റ് അവലാഞ്ച് രീതി എന്ന് വിളിക്കാം. നിങ്ങളുടെ പക്കലുള്ള ചെറിയ മിച്ചം പോലും ഉപയോഗിച്ച് വലിയ പലിശയുള്ള കടങ്ങളുടെ മുതലിലേക്ക് അടയ്ക്കുക. പലിശയുടെ ഭാരം കുറയുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പലരും ചെറിയ പലിശയുള്ള കടങ്ങൾ ആദ്യം അടയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഇത് സാമ്പത്തികമായി വിഡ്ഢിത്തമാണ്. ഏറ്റവും കൂടുതൽ പണം നിങ്ങളിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോകുന്ന ആ ശത്രുവിനെയാണ് ആദ്യം തകർക്കേണ്ടത്. പലിശയുടെ വിഷചക്രം ഭേദിക്കുന്നതോടെ നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ ഉടമയായി നിങ്ങൾ മാറുന്നു. അഞ്ചാമതായി നിക്ഷേപങ്ങളിലെ വൈവിധ്യവൽക്കരണമാണ്. സമ്പാദ്യശീലത്തെക്കുറിച്ച് ചാണക്യൻ പറയുമ്പോൾ അത് കേവലം ഒരു പെട്ടിയിൽ പണം സൂക്ഷിക്കലല്ല, പണം ഒഴുകുന്ന ജലം പോലെയായിരിക്കണം. അത് കൃത്യമായി നിക്ഷേപിക്കപ്പെടണം. കടം വീട്ടുന്നതിനിടയിലും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നിക്ഷേപത്തിനായി മാറ്റിവെക്കുന്നത് ശീലമാക്കുക. ചാണക്യൻ സ്വർണത്തെയും വെള്ളിയെയും സാമ്പത്തിക അടിത്തറയായി കണ്ടിരുന്നു. ആധുനിക കാലത്ത് ഇതിനെ നമുക്ക് വിപുലീകരിക്കാം. സ്വർണവും വെള്ളിയും ആപത്കാലത്ത് നിങ്ങൾക്ക് സുരക്ഷ നൽകുന്ന ഏറ്റവും മികച്ച നിക്ഷേപമാണ്. ETF ഇൻഡെക്സ് ഫണ്ട്, നിഫ്റ്റി 50 പോലുള്ള ETFകളിൽ നിക്ഷേപിക്കുന്നത് വഴി രാജ്യത്തിന്റെ വളർച്ചയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിക്ഷേപങ്ങളെ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ഒരു മേഖലയിൽ തകർച്ചയുണ്ടായാലും മറ്റൊന്ന് നിങ്ങളെ താങ്ങി നിർത്തും. പണം നിങ്ങൾക്കായി പണിയെടുക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യം. ആറാമതായി മാനസിക കരുത്തും വൈകാരിക നിയന്ത്രണവുമാണ്. സാമ്പത്തിക തകർച്ചകളിൽ പലപ്പോഴും മനുഷ്യൻ മാനസികമായി തകരുന്നു. സമൂഹത്തിന്റെ പരിഹാസം, കടം നൽകിയവരുടെ ഭീഷണി, പരാജയഭീതി എന്നിവ നിങ്ങളെ വിഴുങ്ങിയേക്കാം. ചാണക്യൻ പറയുന്നത് ബുദ്ധിയാണ് ഏറ്റവും വലിയ ബലമെന്നാണ്. ശാന്തമായ മനസ്സിന് മാത്രമേ തന്ത്രങ്ങൾ മെനയാൻ കഴിയൂ. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ആരെയും അനുവദിക്കരുത്. അപമാനങ്ങളെ ആയുധമാക്കുക. ചാണക്യൻ നേരിട്ട അപമാനമാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ ജനനത്തിന് കാരണമായത്. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധികൾ നിങ്ങളുടെ വിജയഗാഥയുടെ ഒന്നാം അധ്യായമായി മാറും. ഭയത്തിന് കീഴ്പ്പെട്ടാൽ ചിന്തിക്കാനുള്ള ശേഷി നശിക്കും. യോഗയിലൂടെയോ ധ്യാനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ മനസ്സിനെ നിയന്ത്രിക്കുക. കടം ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് എന്നും അത് മറികടക്കാൻ ആവശ്യമായ ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ട് എന്നും സ്വയം വിശ്വസിക്കുക. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുകയില്ല. ഏഴാമതായി അറിവിനെ മൂലധനമാക്കി മാറ്റുക എന്നുള്ളതാണ്. വിവരമാണ് ഏറ്റവും വലിയ ശക്തി. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. അതാർക്കും മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. പലരും കടക്കെണിയിൽ വീഴുന്നത് പണം കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. പണം എങ്ങനെ വളർത്താം, ബാങ്കിംഗ് ചതിക്കുഴികൾ എന്തൊക്കെയാണ്, നിക്ഷേപ സാധ്യതകൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുക. ചാണക്യൻ ഒരു വലിയ വിദ്വാനായിരുന്നു. അദ്ദേഹം അറിവിനെ തന്റെ ഏറ്റവും വലിയ ആയുധമായി കരുതി. നിങ്ങളും അത് ചെയ്യുക. സാമ്പത്തിക പുസ്തകങ്ങൾ വായിക്കുക. വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടുക. വിവരമുള്ളവൻ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. പണം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാം. എന്നാൽ അറിവ് നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ ഇരുട്ടിലാകും. നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപമാണ് ഏറ്റവും വലിയ ലാഭം നൽകുന്നത്. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമാകും. ബാധ്യതകൾ കുറയുകയും ചെയ്യും. എട്ടാമതായി നയതന്ത്രപരമായ പെരുമാറ്റമാണ്. ശത്രുവിനെ മിത്രമാക്കുക യുദ്ധത്തേക്കാൾ നല്ലത് നയതന്ത്രമാണ് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. കടം നൽകിയവരുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാളും
അവരെ ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ കടം തിരിച്ചടയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിനായുള്ള പ്ലാൻ നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തുക. പലിശ ഇളവ് ചെയ്യാനോ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകാനോ അവരോട് ആവശ്യപ്പെടുക. ഒരു നയതന്ത്രജ്ഞനെ പോലെ പെരുമാറുക. സത്യസന്ധതയും കൃത്യമായ പ്ലാനും മുന്നോട്ട് വെച്ചാൽ ഏതൊരു കടം നൽകിയ വ്യക്തിയും സഹകരിക്കാൻ തയ്യാറാകും. ശത്രുവിനെ നശിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് അവനെ നിങ്ങളുടെ വളർച്ചയിൽ പങ്കാളിയാക്കുന്നത്. ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ മാന്യമായും എന്നാൽ ഉറച്ച നിലപാടോടെയും സംസാരിക്കുക. ഇത് നിങ്ങൾക്ക് ആവശ്യമായ സമയം നൽകുകയും മനസ്സിനെ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. 9ാമതായി, ദീർഘകാല ലക്ഷ്യബോധമാണ് വിജയത്തിലേക്കുള്ള മാരത്തോൺ എന്നുള്ളതാണ്. ഒരു ലക്ഷ്യമില്ലാത്തവന് വഴിതെറ്റാൻ എളുപ്പമാണ്. കടം വീട്ടുക എന്നത് ഒരു ഓട്ടമത്സരമല്ല, മറിച്ച് ഒരു മാരത്തണാണ്. അതിന് ക്ഷമയും സ്ഥിരതയും ആവശ്യമാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനെ രാജാവാക്കിയത് ഒറ്റ ദിവസം കൊണ്ടല്ല, വർഷങ്ങളുടെ ആസൂത്രണം അതിനു പിന്നിലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ കടം പെട്ടെന്ന് തീരുമെന്ന വ്യാമോഹത്തിലിരിക്കാതെ ഓരോ മാസവും പടിപടിയായി മുന്നേറുക. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക. കോമ്പൗണ്ടിങ് എന്ന അത്ഭുതത്തിൽ വിശ്വസിക്കുക. ചെറിയ തുകകൾ ദീർഘകാലം നിക്ഷേപിക്കുമ്പോൾ അത് വലിയൊരു സമ്പത്തായി മാറും. ഇന്ന് നിങ്ങൾ പടിപടിയായി കയറുന്ന ഓരോ പടവും നിങ്ങളുടെ വിജയത്തിന്റെ സിംഹാസനത്തിലേക്കാണ് നയിക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള കുറുക്കു വഴികൾ ഒഴിവാക്കുക. അവ നിങ്ങളെ വീണ്ടും വലിയ കടക്കണികളിലേക്ക് എത്തിക്കൂ. 10ാമതായി, സാമ്പത്തിക അച്ചടക്കത്തിന്റെ പുനഃസ്ഥാപനമാണ്. കടം തീർന്നു കഴിഞ്ഞാൽ പലരും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകും. ഇത് വീണ്ടും പതനത്തിന് കാരണമാകും. ചാണക്യൻ പറയുന്നത് ഒരിക്കൽ തോൽപ്പിച്ച ശത്രുവിനെ വീണ്ടും വളരാൻ അനുവദിക്കരുത് എന്നാണ്. കടബാധ്യത എന്ന ശത്രുവിനെ നിങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. സമ്പന്നനാകുക എന്നതിനേക്കാൾ പ്രധാനം സമ്പന്നനായി തുടരുക എന്നതാണ്. 1,00,000 രൂപ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം 10 രൂപ മിച്ചം പിടിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ്. എപ്പോഴും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുക. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ വരാം. അന്ന് കടം വാങ്ങാതെ ആ പ്രതിസന്ധിയെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ അച്ചടക്കം നിങ്ങളെ സമൂഹത്തിൽ മാന്യനായി വളർത്തും. പണം നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ പണത്തെ ഭരിക്കുന്ന ഒരു രാജാവായി മാറുക. ആചാര്യ ചാണക്യന്റെ ഈ തത്വങ്ങൾ കേവലം അറിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കർമ്മ പദ്ധതികളാണ്. ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് കടം എന്നത് വെറുമൊരു പ്രതിസന്ധിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കരുത്ത് പുറത്തെടുക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. ചാണക്യൻ ഒരു കുടിലിൽ ഇരുന്നു കൊണ്ടാണ് ഒരു മഹാസാമ്രാജ്യത്തെ നയിച്ചത്. അദ്ദേഹത്തിന് ആഡംബരങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഈ ലളിതവും എന്നാൽ ശക്തവുമായ ചിന്താഗതി വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദാരിദ്ര്യം നിങ്ങളുടെ വിധിയല്ല, അത് നിങ്ങളുടെ അന്ത്യവുമല്ല. അതൊരു പുതിയ തുടക്കമാണ്. ഇന്നു മുതൽ നിങ്ങളൊരു സാമ്പത്തിക പോരാളിയാണ്. ഭയമില്ലാതെ ബുദ്ധിപൂർവം കഠിനാധ്വാനത്തോടെ മുന്നേറുക. നഷ്ടപ്പെട്ട അന്തസ്സും സമ്പത്തും സമാധാനവും നിങ്ങൾ പലിശ സഹിതം തിരിച്ചു പിടിക്കും. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.